ഇന്ന് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ചേർത്തിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ നമുക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കനെ ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പോയി കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്ത ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പകുതിയാണ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യം പകുതി ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി പകുതി കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാള വളരെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഈ ഒരു സവാള ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സോയാ സോസാണ്. 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതേപോലെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. സോയാ സോസിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പം ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സോസ് എല്ലാം ചേർത്ത് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സോസ് സവാളയിൽ നന്നായിട്ട് പിടിച്ച് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് ഈ ഒരു മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. അതുവരെ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ചിക്കനും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിൽ ചിക്കൻ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചീസാണ്. ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചീസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചീസ് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചീസ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു ചീസ് ഒന്ന് മെൽട്ടായി വരാൻ വേണ്ടി മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ ചീസെല്ലാം നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും മയോണൈസ് എല്ലാം ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.